സ്നേഹം നിറഞ്ഞവരെ, കാൽപന്ത് കളിക്കാരുടെ ഹരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരിക്കൽ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. അദ്ദേഹം ഇരട്ട കുട്ടികളുടെ അച്ഛനാകാൻ പോവുകയാണെന്ന്. പക്ഷേ അതിൽ ഒരു കുഞ്ഞു മാത്രമേ ജീവനോടെ വന്നുള്ളൂ. അതിൽ അദ്ദേഹം വളരെയധികം വിഷമിച്ചു. അന്ന് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുവാണ്. ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള മത്സരം. കാണികളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ക്രിസ്ത്യാനോയെ നമ്മൾ സ്നേഹത്തോടെ CR7 എന്നാണ് വിളിക്കുന്നത്. ആ 7ാം നമ്പറോട് നമുക്കൊരു പ്രത്യേക സ്നേഹമാണ്. അന്ന് ആ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേഡിയത്തിലെ 7ാം മിനിറ്റ് തെളിഞ്ഞപ്പോൾ കാണികളെല്ലാവരും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ലിവർപൂൾ ആരാധകർ ഇങ്ങനെ ഉറക്കെ പാടി, ക്രിസ്ത്യാനോ, യു വിൽ നെവർ വാക്ക് അലോൺ. ക്രിസ്ത്യാനോ റൊണാൾഡോ, നിന്റെ ഈ വേദനയുടെ നിമിഷത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയല്ലേ. നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്നോടുകൂടെയുണ്ട്. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ വചനം പറയുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും പ്രവാചകന്മാരിലൂടെ എല്ലാം വെളിപ്പെടുത്തുന്ന ദൈവം. ആ ദൈവം നമ്മുടെ വേദനകളിലേക്ക്, നമ്മുടെ സന്തോഷങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരുന്ന ദിവസമാണ് സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തുമസ്. യാക്കോബ് 4:8, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നമ്മളോടും ചേർന്ന് നിൽക്കും. ഈ ക്രിസ്തുമസിന് നമുക്ക് ചിന്തിക്കാം, ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ദൈവത്തോട് ചേർന്നാണോ നിൽക്കുന്നത്?